പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ അറഫ രാവാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്, ഏതെല്ലാം സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അറഫ നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ ബറക്കത്തിന് വേണ്ടി അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകൾ അതും കമന്റിൽ എഴുതി വിടുക. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയുടെ പിതാവിന്റെ പേരെന്താണ്? ശരിക്കും ശ്രദ്ധിക്കുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയുടെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച അറഫ രാവ് ഇന്നത്തെ രാത്രിയോടുകൂടെ മഗ്രിബിയോടുകൂടെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾക്കറിയാം അറഫ ദിവസം എന്ന് പറയുന്നത് ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞതാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ 10 ദിവസങ്ങളിൽ വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞതാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകമോചനം നൽകുന്നത് പ്രിയമുള്ളവരെ അറഫ ദിവസമാണെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയാണെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. എന്നാൽ പകലിൽ നോക്കുമ്പോൾ അള്ളാഹു കൂടുതൽ ആളുകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് അറഫ ദിവസത്തിന്റെ പകലിലാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് അവന്റെ കാരുണ്യം തുറന്നു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ നാളത്തെ ദിവസം. അതുകൊണ്ട് നാളത്തെ ദിവസത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നാം തയ്യാറാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലായി വിശദീകരിക്കാതെ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ സൂറത്തുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഗ്രിബിയോടുകൂടെ നമ്മൾ അറഫ ദിവസത്തിനെ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് മഗ്രിബി നിസ്കാരം ഖളാ ആകാതെ എല്ലാവരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. മഗ്രിബി നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ഒരു നിസ്കാരവും നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ ഒരുങ്ങുക. എന്നിട്ട് മഗ്രിബി വാങ്കൊടുത്താൽ മഗ്രിബി നിസ്കരിക്കുക. മഗ്രിബി നിസ്കാരം കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലുക. അതോടൊപ്പം തന്നെ മഗ്രിബി നിസ്കാരം കഴിവിന്റെ പരമാവധി ജമാഅത്തോടുകൂടെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കുക, അതുപോലെ തന്നെ ഉമ്മമാര് വീട്ടിൽ നിസ്കരിക്കുക. ഇനി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ഒത്ത് ഉപ്പ എന്ത് ചെയ്യുക, ഭർത്താവ് വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ആ സമയത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ ഫജ്ർ ആത്മാർത്ഥതയോടുകൂടെ ഒരു പ്രാവശ്യം എല്ലാവരും പാരായണം ചെയ്യണം. ആരും ഇന്നത്തെ രാത്രി സൂറത്തുൽ ഫജ്ർ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഹജ്ജ് പരിശുദ്ധ ഖുർആനിലെ വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, അള്ളാഹുവേ സൂറത്തുൽ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ട് അടുത്ത വർഷമെങ്കിലും അടുത്ത മാസമെങ്കിലും അടുത്ത ദിവസങ്ങളിലെങ്കിലും എനിക്ക് ഹജ്ജിന് പോകാൻ മക്ബൂലായ ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എന്ന് നമ്മളെ ഖൽബില് നിയ്യത്തുണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മഹാന്മാര് പറയുന്നുണ്ട് സൂറത്തുൽ അംബിയാ പാരായണം ചെയ്യണം എന്നുള്ളത്. അറഫ
ദിവസത്തിന്റെ അന്നോ അറഫാ ദിവസവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ സൂറത്തുൽ അംബിയാ പാരായണം ചെയ്യണം. ധാരാളം അംബിയാക്കളുടെ ചരിത്രങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ അംബിയാ. അത് ആത്മാർത്ഥതയോടുകൂടെ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. അള്ളാഹിനോട് ആ സമയത്ത് പറയണം, നമ്മളെ മനസ്സിലുണ്ടാകണം, അള്ളാഹുവെ അംബിയാക്കളെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, നബിമാരുടെ ബർക്കത്ത് കൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ എന്ന് സൂറത്തുൽ അംബിയാ ഓതുന്ന സമയത്ത് നമ്മളെ കൽബിൽ നിയ്യത്തുണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവരും പാരായണം ചെയ്യുക. കഴിവിന്റെ പരമാവധി 200 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫാ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഞാനും മുൻകഴിഞ്ഞ അമ്പിയാക്കളും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി അതൊരു 100 പ്രാവശ്യം പറയാ, നാളത്തെ പകലിലും 100 പ്രാവശ്യം പറയാ. പ്രത്യേകം നാളെ അസർ നിസ്കാരത്തിന്റെ ശേഷം ഈ പ്രാർത്ഥന, ഈ ദിക്ർ 100 പ്രാവശ്യം പറയണം. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് ഇതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. വഹ്ദഹു, അല്ലാഹു ഏകനാണ്. ലാ ശരീക ലഹു, അവനിക്ക് പങ്കുകാരില്ല, അവനെ പോലെ മറ്റാരുമില്ല. ലഹുൽ മുൽക്കു, സർവ അധികാരവും അല്ലാഹുവിനാണ്. വലഹുൽ ഹംദു, സർവ സ്തുതിയും അല്ലാഹുവിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മഹത്തായ പ്രാർത്ഥന എല്ലാവരും ഇന്നത്തെ രാത്രി 100 പ്രാവശ്യം, നാളത്തെ പകലിൽ 100 പ്രാവശ്യം, പ്രത്യേകം നാളെ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 100 പ്രാവശ്യം പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഈ അറഫാ ദിവസത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് നരകമോചനം നൽകുമ്പോൾ നമ്മൾ നരകത്തിനെ തൊട്ട് ഇപ്പോൾ തന്നെ കാവൽ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കുക? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഒരു 33 പ്രാവശ്യം ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി അറഫാ ദിവസത്തിന്റെ നോമ്പിന്റെ നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, നാളെ അറഫാ ദിവസത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അറഫാ നോമ്പ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അറഫാ നോമ്പ് ഒഴിവാക്കാതിരുന്നാൽ നമ്മൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഈ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പൊറുക്കാണ്. ചില കിതാബിൽ കാണാം 60 കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ. അറഫാ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അറഫാ ദിവസത്തെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അടുത്ത അറഫാ ദിവസം വരെ നമ്മൾക്ക് മരിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് വരെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും പോരിശം നിറഞ്ഞ അതിശക്തിയുള്ള നോമ്പാണ്. അതുകൊണ്ട് നോമ്പ് ആരും ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും, മെൻസസ് ഉള്ള ഉമ്മ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസ രോഗികൾ ഉണ്ടാകും. അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാൻ, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ മഹാന്മാര് പറയുന്നു, മൻ ഹഫിള ലിസാനഹു, ഒരാൾ അറഫാ ദിവസം അവന്റെ നാവിനെ സൂക്ഷിച്ചു, തെറ്റുകൾ പറയാതെ, ഗീബത്ത് പറയാതെ, തെറ്റൊന്നും പറഞ്ഞില്ല, നല്ല കാര്യങ്ങൾ മാത്രം അറഫാ ദിവസം പറഞ്ഞു. വബസറു, അവന്റെ കണ്ണിനെ സൂക്ഷിച്ചു, ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കിയില്ല. കണ്ണി കൊണ്ട് ഖുർആനിലേക്ക് നോക്കി, കഅബയിലേക്ക് നോക്കി, ഉമ്മാനപ്പാനി ഉസ്താദുമാരൊക്കെ നോക്കി, ഹറാമായ ഒരു കാര്യവും നോക്കിയില്ല. വസംഅഹു, അവന്റെ കേൾവിയെ അവൻ സൂക്ഷിച്ചു, അഥവാ അവന്റെ കാതിനെ സൂക്ഷിക്കുക, ഹറാമായ കാര്യങ്ങൾ കേൾക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം അറഫാ ദിവസം കേട്ടാൽ സുബ്ഹാനല്ലാഹ്, മഹാന്മാര് പറയുന്നു, ഗുഫിറ ലഹു മിൻ അറഫത ഇലാ അറഫ, ഈ അറഫ മുതൽ അടുത്ത അറഫ വരെയുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കാണ്. അപ്പൊ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ഉമ്മമാര്, ആർത്തവമുള്ള ഉമ്മമാര്, മെൻസസ് ഉള്ള ഉമ്മമാര് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ദിവസം നാവിനെയും കണ്ണിനെയും സൂക്ഷിക്കുക, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ദിക്ർ പറയണം. അറഫാ ദിവസം നമ്മൾ തസ്ബീഹുകൾ അധികരിപ്പിക്കണം, തക്ബീർ അധികരിപ്പിക്കണം, ഹംദ് അധികരിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. അതിനെ പറ്റിയ ഒരു ദിക്ർ മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു
വല്ലാഹു അക്ബർ. ഈ ദിക്ർ ധാരാളം പറയാ. ഇതിൽ തക്ബീർ ഉണ്ട്, ഹംദ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഈ പരിശുദ്ധമായ അറഫാ ദിവസം അള്ളാഹു നമ്മൾക്ക് തന്നത് ഹബീബായ തങ്ങളിലൂടെയാണ്. മുത്തുനബിയാണ് നമ്മൾക്ക് ഈ അറഫാ ദിവസം അള്ളാഹു നൽകാനുള്ള കാരണം. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഏത് സ്വലാത്താണ് ഉസ്താദെ ചെല്ലേണ്ടത്? സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാം, ഫാത്തിമിയ സ്വലാത്ത് ചെല്ലാം, സ്വലാത്ത് നൂറുൽ അൻവാർ സ്വലാത്ത് ചെല്ലാം, അതുപോലെ താജ് സ്വലാത്ത് ചെല്ലാം, ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാം. നമുക്ക് അറിയുന്ന ഏത് സ്വലാത്തും ഇൻഷാ അല്ലാഹ് ഈ രാത്രിയിലും നാളത്തെ പകലിലും ധാരാളം വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന അതിശ്രേഷ്ഠതയുള്ള ദിക്ർ കഴിവിന്റെ പരമാവധി ഒരു 100 പ്രാവശ്യമെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതാരും മറന്നു പോകരുത്. വിഷമഘട്ടങ്ങളിലും ആപൽ ഘട്ടങ്ങളിലും സങ്കടം വരുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പുണ്യമായ രാവിലും നാളത്തെ പകലിലും ഈ ദിക്ർ ധാരാളം പറയുക. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ അധികരിപ്പിക്കുക. അതുപോലെ ധാരാളം തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ധാരാളം പറയുക. അല്ലാഹുവോട് കരഞ്ഞ് ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം പ്രത്യേകം നമ്മൾ ചെയ്യണം. ഇന്നത്തെ രാത്രിയിലും ചെയ്യണം, നാളത്തെ പകലിലും നമ്മൾ ധാരാളം ചെയ്യേണ്ട ഒന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മഹാന്മാര് ദുആക്ക് ഇജാബത്തുള്ള ചില സമയങ്ങള്, ചില ദിവസങ്ങള്, ചില സ്ഥലങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫാ ദിവസം. അറഫാ ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും. ഇത് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുക. അത്താഴ സമയത്ത് എണീക്കുക, ദ്വയർക്കുക, സുബ്ഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ എന്ത് ചെയ്യുക, നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഇന്നത്തെ രാത്രിയിലും അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണിക്ക് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ദിക്ർ ദുആ മജ്ലിസ് നമ്മളെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. സൂറത്തുൽ വാഖിയ എല്ലാവരും പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതുപോലെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 10 ആയത്തെങ്കിലും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നല്ല സമയങ്ങൾ, ഇങ്ങനെയുള്ള നല്ല രാത്രികളിലൊക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പുണ്യമായ ദിവസങ്ങളിലും രാത്രികളിലും പകലുകളിലും നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ ക്ലാസ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.